ഒരു സ്ത്രീ കാരണം ഒരു നഗരം നശിക്കപ്പെടുന്നു. ആ നഗരം നശിക്കപ്പെട്ടതുകൊണ്ട് ഒരു മനുഷ്യൻ ശപിക്കപ്പെടുന്നു. അതിന്റെ ആ ശാപത്തിന്റെ കഥയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി. പുരാതന ഗ്രീസിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു ഹെലൻ. ഇവൾ മെനൂലസിന്റെ ഭാര്യയും സ്പാർട്ടയിലെ രാജ്ഞിയും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രോയിൽ നിന്നും പാരീസ് എന്ന പേരുള്ള ഒരു രാജകുമാരൻ സ്പാർട്ടയിൽ എത്തുന്നത്. ആൾക്ക് ഹെലനോട് വല്ലാണ്ട് പ്രണയം തോന്നുന്നു. ആൻഡ് ഹെലന് തിരിച്ചും പാരീസിനോട് പ്രണയമായിരുന്നുവെന്നും, എന്നാൽ അങ്ങനെയല്ല, അഫ്രോഡൈറ്റ് എന്ന ദൈവത്തിന്റെ സഹായത്തോടു കൂടി പാരീസ് ഇവളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നും ഒക്കെ കഥകളുണ്ട്. രണ്ടു തന്നെ ആയാലും ഹെലൻ പാരീസിനൊപ്പം ഒളിച്ചോടുന്നു. ആൻഡ് ഇത് ഗ്രീസിലെ രാജാക്കന്മാരെ എല്ലാം ചൊടിപ്പിക്കുന്നു. അവരൊറ്റക്കെട്ടായി ട്രോയ് എന്ന ചെറു പട്ടണത്തിന് നേരെ യുദ്ധം ആരംഭിക്കുന്നു. എന്നാൽ ട്രോയുടെ ചെറുത്തുനിൽപ്പ് ഇവരെല്ലാം ഞെട്ടിച്ചു കളയുന്നു. വെറും നിസ്സാരമായിട്ട് ജയിക്കാമെന്ന് കരുതിയ ആ ഒരു യുദ്ധം 10 വർഷത്തോളം നീണ്ടുപോകുന്നു. ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും ഗ്രീക്ക് സൈന്യത്തിന് ട്രോയുടെ സിറ്റിക്കകത്തേക്ക് കടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ഇരിക്കെയാണ് ഇത്താക്ക എന്ന പേരുള്ള ഒരു ചെറു ദ്വീപിലെ രാജാവായ ഒഡീഷ്യസിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ യുദ്ധം ശക്തി കൊണ്ട് ജയിക്കാനാവില്ല, മറിച്ച് ബുദ്ധി വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഗ്രീക്ക് സൈന്യം അവിടെ നിന്നും പിൻവാങ്ങുന്നു. ആൻഡ് സമാധാനം പുനഃസ്ഥാപിച്ചതിന് ഒരു സമ്മാനം എന്ന വണ്ണം ഒരു ഭീമാകാരനായ തടിക്കുതിര ട്രോയ്ക്ക് സമ്മാനമായി അവർ നൽകുന്നു. സത്യത്തിൽ ആ സമ്മാനം സ്വീകരിച്ചതായിരുന്നു ട്രോയ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമോശം. ഒരു തവണ പോലും ട്രോയ് നഗരത്തിനകത്തേക്ക് കടക്കാൻ കഴിയാഞ്ഞ ഗ്രീക്ക് സൈന്യം ഈ തടിക്കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് അകത്തേക്ക് എത്തുന്നു. ആൻഡ് നിരായുധരായിരുന്ന പട്ടാളക്കാരെയും മറ്റും അവർ കൊന്നു തള്ളുന്നു. അങ്ങനെ ആ യുദ്ധം അവർ ജയിക്കുന്നു. ഇത് ചതിയാണോ അതോ യുദ്ധതന്ത്രമാണോ എന്നുള്ളത് നിങ്ങൾ പറയുക. എന്തു തന്നെയായാലും ഒഡീഷ്യസ് ഇത് തന്റെ വിജയമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങുന്നു. അയാൾ വലിയൊരു അഹങ്കാരിയായി മാറുന്നു. ഇത് ഒരു ദൈവങ്ങൾക്കും ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് കടലിന്റെ ദൈവമായ പോസിഡോൺ ഇയാളെ ശപിക്കുന്നു. അതിനുശേഷം വീടെത്താനുള്ള യാത്രാമധ്യേ കടല് പലതവണ ഒഡീഷ്യസിനെ വഴിതെറ്റിക്കുന്നു. ആൻഡ് ഏതാണ്ട് 10 വർഷം എടുക്കുന്നു ആൾക്ക് സ്വന്തം വീട്ടിൽ തിരിച്ചെത്താൻ. ആൻഡ് ഈ ഒരു യാത്രയുടെ കഥയാണ് ഒഡീസി എന്ന ചിത്രത്തിലൂടെ നോളൻ പറയാൻ പോകുന്നത്.